ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഷോജിയാണ് ഖത്തറിൽ. അപ്പോൾ ഈ ചേട്ടൻ ചോദിച്ചിരുന്നത് കംപ്രസർ മാസം മാസം അടിച്ചു പോകാമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ചേട്ടൻ കംപ്രസർ ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കണ്ടൻസർ അത് ഒറിജിനൽ കണ്ടൻസർ ആണെങ്കിൽ അത് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഇപ്പോൾ അത് ക്ലീൻ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് സ്ക്രാപ്പിൽ നിന്ന് വാങ്ങിക്കുക. സ്ക്രാപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, അത് അതിൽ ബ്ലാക്ക് ഉണ്ടോ നോക്കുക. ബ്ലാക്ക് ഇല്ലാത്ത കണ്ടൻസർ വാങ്ങിക്കുക. എന്നിട്ട് നമ്മൾ യൂസ് ചെയ്യുക. അത് കൊണ്ടുവന്നിട്ട് ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ഡ്രൈ ഫിൽറ്റർ മാറ്റിയതിന് ശേഷം ഇങ്ങനെ നമ്മൾ ചെയ്യണം. അതല്ലെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഡ്യൂപ്ലിക്കേറ്റ് കണ്ടൻസർ വാങ്ങിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കംപ്രസറിൽ നിന്ന് വരുന്ന ചൂട് തണുപ്പിക്കാനുള്ള കഴിവ് ഈ ഡ്യൂപ്ലിക്കേറ്റ് കണ്ടൻസറിന് ഉണ്ടാവില്ല. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് കംപ്രസർ ചീറ്റാകുമ്പോൾ അടിച്ചിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരിക്കലും ഈ കംപ്രസർ ചേഞ്ച് ചെയ്യുമ്പോൾ കംപ്രസർ മാത്രം ചേഞ്ച് ചെയ്യാൻ പാടില്ല. നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ കുറേ കാലം കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കംപ്രസർ ചേഞ്ച് ആക്കുന്ന സമയത്ത് അതിന് കണ്ടൻസർ ഊരിയിട്ട് അത് ക്ലീൻ ചെയ്തിട്ട്, അതുപോലെ എക്സ്പെൻഷൻ പോലെ ഡ്രയർ ഫിൽറ്റർ ചേഞ്ച് ആക്കിയിട്ട് കണ്ടൻസർ ചെയ്യുക. ഇനി അടുത്ത് ഈ പോണത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പെൻഷൻ വാൽവ്. അത് എന്തായാലും കംപ്രസർ ചേഞ്ച് ആക്കുമ്പോൾ അത് നല്ലതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതന്നെ യൂസ് ചെയ്യാൻ പാടില്ല. എക്സ്പെൻഷൻ വാൽവ് മെയിനായിട്ട് ഒറിജിനൽ ഇടാനായിട്ട് തന്നെ ശ്രമിക്കുക. എക്സ്പെൻഷൻ വാൽവ് എന്നാൽ ഡ്യൂപ്ലിക്കേറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചൂട് കഴിയുമ്പോൾ അടുത്ത ചൂട് വരുമ്പോഴേക്കും അത് ബ്ലോക്കായി പോകും. ഒറിജിനൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയായാലും ഒരു 3 കൊല്ലം എന്തായാലും ആ എക്സ്പെൻഷൻ വാൽവ് കിട്ടും. അത് ബ്ലോക്ക് ആവില്ല. ചേട്ടന് സംഭവിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കണ്ടൻസർ ഒന്നും ക്ലീൻ ചെയ്തിട്ടുണ്ടാവില്ല, അതുപോലെ തന്നെ ഡ്രയർ ഫിൽറ്റർ ചേഞ്ച് ചെയ്തിട്ടുണ്ടാവില്ല, പിന്നെ എക്സ്പെൻഷൻ വാൽവ് ചെയ്തിട്ടുണ്ടാവില്ല. കംപ്രസറായിരിക്കും മാറ്റിയിട്ട്, അതുകൊണ്ടായിരിക്കും പോവുക. പിന്നെ നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ചില വണ്ടിയുമേ ഫാൻ ക്ലച്ച് വരും. അതുപോലെ ചില വണ്ടിയുമേ ഇലക്ട്രിക്കൽ ഫാൻ മോട്ടർ വരും. ഫാൻ ക്ലച്ച് ആണെങ്കിൽ കറക്റ്റ് നമ്മൾ കംപ്രസർ ഫിറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് എയർ വലിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ എയർ കറക്റ്റ് വലിക്കുന്നില്ലെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ പ്രഷർ കൂടും. അപ്പോൾ പിന്നെ നിർത്തിയിടുമ്പോൾ ഹൈ പ്രഷർ കൂടും. അപ്പോൾ കംപ്രസറിന് അത് ഗ്യാസിനെ തണുപ്പിക്കാനുള്ള കഴിവ്, എയർ വലിച്ചാൽ മാത്രമല്ല തണുക്കുള്ളൂ. അപ്പോൾ പെട്ടെന്ന് കംപ്രസർ പോകാൻ വഴിയുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇലക്ട്രിക് ഫാൻ ആണെങ്കിൽ അതിൻ്റെ 2 സ്പീഡ് വർക്ക് ചെയ്യണം. ഫസ്റ്റ് സ്പീഡും വർക്ക് ചെയ്യണം, സെക്കൻഡ് സ്പീഡും ഫാൻ മോട്ടറിനുണ്ടാവും. അത് രണ്ടും നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സ്പീഡ് വർക്ക് ചെയ്യണല്ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് സ്പീഡ് വർക്ക് ചെയ്യണില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ നമ്മൾ 250 ഹൈ പ്രഷർ വരുമ്പോൾ സെക്കൻഡ് സ്പീഡ് വർക്ക് ചെയ്യണം. അത് വർക്ക് ചെയ്യണില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്രസറിന് പ്രോബ്ലമാണ്. ഹൈ പ്രഷർ ഇങ്ങനെ കൂടി നിൽക്കും നിർത്തിയിടുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ കംപ്രസർ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചെക്ക് ചെയ്യാനുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പുറത്തുനിന്ന് എയർ വലിക്കുന്നുണ്ടോ, അതുപോലെ ഫാന് മോട്ടർ കറക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ. കംപ്രസർ ഫിറ്റ് ചെയ്താൽ മാത്രം റെഡി ആവണമെന്നില്ല. പുറത്തുനിന്നുള്ള എയർ